What did you do? Happy Hello guys, നമ്മൾ ഓണമയ്ക്കാൻ പോവാ. Okay. Happy Onam. നമ്മളെന്തിനും ഇങ്ങോട്ട് വന്ന മോങ്ക്രി? ഞായറാഴ്ച നമ്മുടെ തമ്പായിരെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? അപ്പൊ തമ്പായിക്ക് തൃക്കാരിപ്പനൊക്കെ ഉണ്ടാക്കണം. അതിനു വേണ്ടി ഞങ്ങൾ കളിമണ്ണ് വാങ്ങാൻ വന്നതല്ല മോങ്ക്രി? ആ, പെയിന്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് 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 ഷോപ്പിംഗ്. Hello guys, let's go. എവിടെയാണ് അച്ഛമ്മ? എവിടെ കണ്ടത്? അവിടെ കണ്ട മോങ്ക്രി കണ്ടുപിടിച്ച് നോക്കട്ടെ എത്ര എൽബി ഉണ്ട് നോക്കട്ടെ മോങ്ക്രി. 10 എൽബി ഉണ്ട് കേട്ടാ. അപ്പാ സെയിം സാധനം. ഇത് വെച്ചുണ്ടാക്കാം നമുക്ക്. ഓക്കെ, കുഞ്ഞി ക്യാൻഡി എടുത്ത അച്ഛമ്മ. ഹായ്, എൻ്റെ ഫേവറേറ്റ് ക്യാൻഡി അത്. ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പേ ചെയ്യാം മോങ്ക്രി. അത് പേ ചെയ്യാൻ നമുക്ക് വേണം. ഇതേ ബർഗർ കഴിഞ്ഞിട്ടോ കുഞ്ഞിൻ്റെ നമുക്ക്. ബൈ. അങ്ങനെ നമുക്ക് സാധനം കിട്ടി, നമ്മൾ പോവാണ്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് തൃക്കാരിപ്പന ഉണ്ടാക്കാം. ഞാനും മോങ്ക്രിയും കൂടിയിട്ടാണ് ഉണ്ടാക്കണത്. What's up guys? We making Tambay's happy birthday dish. തുറന്നാക്കാം മോങ്ക്രി. I think that's good. തമ്പായി ഹാപ്പി ബർത്ത്ഡേ ആണ്. Yeah. ഓണം. Guys. ഓണം ഗൈസ്. ഇതൊന്ന് വെയിറ്റ്. നല്ല ആയിട്ടുണ്ടത്. 10 ബോംബ്. നമുക്കൊരു കത്രിക എടുത്തിട്ട് കട്ട് ചെയ്യേണ്ട വരും അല്ല മോങ്ക്രി? നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ. നമ്മുടെ ഐറ്റം ആണിത്. ഇതെന്തായിട്ടത്? ഇത് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് അല്ല, അതിന്റെ ഉള്ളിലും അത് ക്ലേ ആട്ടാ. ക്ലേ നമുക്കത് വെച്ചിട്ടുണ്ടാക്കാം. നമ്മളെന്താ ഉണ്ടാക്കാൻ പോണേ? എങ്ങനത്തെ അച്ഛമ്മ?
ക്ലേ തമ്മയിനെന്താ നമ്മള് തൃക്കാരിയപ്പൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എത്ര എണ്ണം ഉണ്ടാക്കണ അച്ഛമോ? 4. ഞാനും മോങ്കരിയും കൂടി മണ്ണ് അടിച്ച് നല്ല പദം വെപ്പിക്കാൻ പോവാണ്. മോങ്കരിക്ക് അത് ഭയങ്കര ഇഷ്ടം. മോങ്കറി നല്ല അടിക്കായിരുന്നു അതും ഇരുന്നിട്ട്. പിന്നെ കുറച്ച് നേരം അതും ഇങ്ങനെ ഓരോ ടോയ് വന്നിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ അതിൻ്റെ ആ ഡിസൈൻ വരുന്നത് കണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു അങ്ങനെ ദേ ഞങ്ങളടിച്ച് ഒരു നിരപ്പാക്കി വെച്ചിട്ടുണ്ട് മണ്ണ്, കളിമണ്ണ്. ഇനി ഞങ്ങൾ ചെയ്യുന്നത് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മുടെ തൃക്കാരിപ്പത്തിൻ്റെ മോഡലിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ മാത്രം ഞങ്ങൾ അടയ്ക്കുന്നില്ല. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് തൃക്കാരിപ്പത്തിൻ്റെ പോലെ ആക്കി വെച്ച് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ മണ്ണ് ഇങ്ങനെ നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞങ്ങൾ കട്ട് ചെയ്തെടുത്ത് തൃക്കാരത്തിൻ്റെ മോഡലാക്കി വെച്ച് ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ മണ്ണ് നിറച്ച് വെക്കാനുള്ള പ്ലാൻ. അപ്പോൾ അതേ ആ സമയമാകുമ്പോഴേക്കും ഞാൻ കട്ട് ചെയ്ത് വരുമ്പോഴേക്കും മാറ്റരും മോങ്കരിയും നല്ല ഉറക്കമായിട്ട് മോങ്കറി പാവം പുതപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനെ വിളിച്ചു. അപ്പോഴേക്കും ഏട്ടൻ വന്ന് എനിക്ക് മണ്ണൊക്കെ ആ തൃക്കാരപ്പത്തിൻ്റെ ഉള്ളിൽ നിറച്ച് ഫിറ്റ് ചെയ്ത് തന്നു. ഇനി നമുക്ക് ഇത് നാളെ രാവിലെ കൊണ്ടുപോയിട്ട് ഉണക്കാൻ വെക്കാം. അപ്പം ദേ ഇന്നത്തെ രാത്രി കഴിഞ്ഞു. നാളെ നമുക്ക് ഉത്രാടാണ്. ഇനി ഉത്രാടത്തിന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇനി തൃക്കാരിത്തുമ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ പൂ വാങ്ങി വെക്കാമെന്ന്. പുതിയ തൃക്കാരിപ്പനല്ലേ. അപ്പം നാളെ വാൾമാട്ടിൽ പോയിട്ട് കുറച്ച് പൂവൊക്കെ വാങ്ങി പിന്നെ നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് സദ്യ ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പ്ലാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ പോയിട്ട് വാങ്ങും. അപ്പോൾ ഞങ്ങൾ തൃക്കാരിത്തുമ്പോൾ ഓട്ടോ കുത്താണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കാർഡ്ബോർഡ് നമ്മൾ ഊരിയെടുക്കും. അപ്പോൾ കറക്റ്റായി. ഇനി നാളെ ആകുമ്പോഴേക്കും വെയിലില്ലെങ്കിൽ ആകെപ്പെടും. നാളെ വെയിലുണ്ടെന്ന് വെതറിൽ കാണിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇനി നാളെ മഴ പെയ്യുമെന്ന്. എന്നാലും ഞങ്ങൾ ഒരു സമാധാനത്തിന് വേണ്ടി ഓൾ സെറ്റായി ഞങ്ങൾ 4 തൃക്കാരിയപ്പനും ഇനി നാളെ രാവിലെ എനിക്ക് വെയിലത്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ.
ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് പൂട്ടിക്കുന്ന ആകെ 2 ചെടികളും പിന്നെ ഈ പച്ചച്ചെടി. ഇത് വെച്ചിട്ടാണ് നമ്മളെന്നും പൂക്കളറിഞ്ഞത്. അതേ തമ്പായിനൊക്കെ ഉണ്ടാക്കി വെച്ചു. വെയിൽ വരുന്നുള്ളൂ ഇങ്ങനെ പതുക്കേനെ അല്ല മോങ്ക്രി? വെയിൽ വരുന്നുള്ളൂ അല്ലോ. മോങ്ക്രിയുടെ കയ്യിലെന്താ? വാ. ഇപ്പോൾ ഉച്ച ഒരു 3 മണി സമയമായിട്ടാണ്. നല്ല ചൂടായി പുറത്ത്. അത് ഉണങ്ങി വരണുള്ളൂ. എന്നാലും ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ അമങ്ങുന്നില്ല കേട്ടോ. ഓൾമോസ്റ്റ് സെറ്റ്. പക്ഷേ ഇത് കണ്ട് ഇത് ഞാനുണ്ടാക്കിയതാ. പക്ഷേ ഇത് പൊട്ടി. ഇത് നോക്കണം ശരിയാക്കാൻ പറ്റുമെന്ന്. പിന്നെ ഇത് മോങ്ക്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇഞ്ചമ്പുളി റെഡിയായി നമ്മുടെ. ഇത് നാളേക്ക് നല്ല കുറുക്കുറിയുണ്ട്. എനിക്ക് സദ്യയിൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇഞ്ചമ്പുളും ചോറും മാത്രം മതി. ഭയങ്കര ടേസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പം ഇഞ്ചമ്പുളി റെഡിയായി. ഇനി പോയിട്ട് വേണം സാധനങ്ങൾ വാങ്ങാനായിട്ട്. പച്ചക്കറി വാങ്ങാൻ വന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ എടുത്തുവിട്ട. വലിയ സദ്യയൊന്നുമില്ല, എന്നാലൊരു കുഞ്ഞൊരു സദ്യക്കുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതെല്ലാം പറക്കി കൂട്ടി ഞങ്ങൾ നേരെ കാറിൽ കൊണ്ടുവച്ച് നേരെ ഞങ്ങൾ വാൾമാട്ടിൽ പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാൾമാട്ടിൽ നിന്ന് പൂ വാങ്ങണമെന്ന്, പൂക്കളിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ ഇത് കഴിഞ്ഞ് നേരെ വാൾമാട്ടിയിൽ പോയി. ഫ്ലവർ വാങ്ങാൻ വന്നതാ. പൂവൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഏതെടുക്കാം? ഇത് മോങ്ക്രി ഏതെടുത്തു നോക്കട്ടെ. ഏതെടുത്ത മോങ്ക്രി? ഹായ്, നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങി നേരെ വീട്ടിൽ പോയി. ഇനി അവിടെ ചെന്നിട്ട് വേണം തൃക്കാരിപ്പം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. കളറടിക്കണം, പിന്നെ ചാന്തണിയണം. മോങ്ക്രി എല്ലാം റെഡി ആയില്ല മോങ്ക്രി അല്ലേ? ഇത് നമ്മുടെ തൃക്കാരിപ്പന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് അട ഉണ്ടാക്കും ഞങ്ങളിവിടെ. അപ്പോൾ അതേ ഞാൻ അട ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ അരിപ്പൊടിയിൽ ഉപ്പിടില്ല, ഉപ്പിടാണ്ടാണ് അട ഉണ്ടാക്കുക. പിന്നെ നാളികേരം എടുക്കും. അതേ ഇനി അടുത്തത് അട ഉണ്ടാക്കിയിട്ട് ഉള്ളത് റെഡിയായി. ഇനി നമുക്ക് എല്ലെടുത്ത് കൈ എടുക്കുക. അപ്പോൾ നമ്മുടെ മീനു ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ മീനു ചേച്ചിയുടെ അവിടെ അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴ ഉണ്ടായിരുന്നു. അപ്പം ഞാനതിൽ നിന്ന് 3 ഇലയുടെ എടുത്തു കൊണ്ടുവന്നു. നമുക്ക് അട ഉണ്ടാക്കാൻ ഞാൻ കടയിൽ പോയപ്പോൾ എല്ലായിടത്തും നോക്കി, പക്ഷേ ഇല കിട്ടിയില്ല. അപ്പം അത് വെച്ചിട്ടാണ് അട ഉണ്ടാക്കാൻ പോണത്. അട ഉണ്ടാക്കി ഇനി നാളികേരം വയ്ക്കാം.
ആയിരിക്കും ഇങ്ങനെ. അങ്ങനെ അട നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ആ ഒരു സിക്ലാക്കറിലാക്കി റെഡിയാക്കി വെച്ചു. നാളത്തെ ചെയ്യാൻ എളുപ്പത്തിൽ എല്ലാം ഇച്ചിരി ഉള്ളു കേട്ടോ. എല്ലാം റെഡിയാക്കി മാവ് അരയ്ക്കാൻ പോകട്ടോ. കോലം മെഴുകാനുള്ളത്. അതിന് ഞാൻ വെണ്ടക്കായ എടുത്തേക്കണത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെടുക്കുന്നറിയാം, നമ്മുടെ ചേനരൊക്കെ അല്ലേ കാവത്ത്. എൻ്റെ വീട്ടിലെ കാവത്തിൻ്റെ ഇലയാണ് യൂസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ നമുക്കതൊന്നും കിട്ടാത്ത കാരണം നമ്മൾ ഈ വെണ്ടക്കായ എടുക്കുന്നു. പിന്നെ നമ്മുടെ തൃക്കാരിപ്പത്ത് വയ്ക്കാനുള്ള അട റെഡി ആയിട്ടുണ്ട്. 3 അട ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സീല നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതെല്ലാം സെറ്റാക്കി എല്ലാം റെഡിയാക്കി. ഇവിടെയാണ് നമ്മളത് ഇന്നലെ ഇട്ട ഉത്രാടത്തിന് പൂക്കളെടുത്ത് മാറ്റിയിട്ട് അങ്ങനെ തിരുവോണമായി. ഇതിപ്പോൾ രാത്രി 1 മണിയിട്ടാ. അപ്പോഴാണ് ഞങ്ങളെല്ലാം കഴിഞ്ഞത്. കേട്ടാ അത് സെറ്റ് ചെയ്യട്ടാ. കുഞ്ഞു പൂക്കളുണ്ടോ അപ്പോ? ഹലോ ഗൈസ്, നമ്മൾ ഓണം വയ്ക്കാൻ പോവാ. ഓക്കേ. എന്താ ചെയ്യാൻ പോണേ? ഹാപ്പി ബർത്ത്ഡേ ചെയ്യാൻ പോവാ. ആണോ? ഓക്കേ, ലെറ്റ്സ് ഡു ദാറ്റ്. ആണോ? ഓക്കേ, ലെറ്റ്സ് ഡു ദാറ്റ്.
ഹാപ്പി ഓണം. നമ്മളെങ്ങടാ പോണപ്പ? നമ്മള് അമ്പലത്തേക്ക് പോവാണ് പാർട്ടിക്കാൻ. ഓക്കെ, എന്ന ദിവസം? ഹാപ്പി ബർത്ത്ഡേ അമ്പൽ. അമ്പലത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ. ഇതാണല്ലോ ഓണം. ഓണത്തിന് നമ്മളത് ഈ തമ്പായിനെ കാണാൻ പോവാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണല്ല അല്ലേ? അച്ഛൻ മോനെ കുറുത്തൊക്കെ ഇട്ടിട്ടാണ് കേട്ടാ. കുറുത്തിട്ടിട്ടല്ല മോങ്കറേ, പക്ഷെ സീറ്റ് ബെൽറ്റ് ഇടുമ്പോ ഇടാൻ പറ്റുന്നില്ല. പിന്നെ ദാദി ബ്ലൂ കളർ ഡ്രസ്. മെയിൻ ഡോറ് തുറന്നിട്ടില്ലല്ലോ ഇന്ന്. മെയിൻ ഡോറ് വലിയൊരു കോലുണ്ട്. ആദ്യം കയറടി. വാ കേറ്. എവിടെ? ആ താമരക്കുളം അവിടെ അല്ലേ? ഇവിടെ വയ്ക്കാനായിരിക്കും. വാ കയറി. വാ ആദ്യം കയറി. എവിടെ? ചെരുപ്പ് ഊരിയിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാട്ടോ. അവിടെയാണ് അമ്പലം. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ച് വന്നിട്ട് കാണാം.
പോ കുഞ്ഞ്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയി സദ്യ ഉണ്ടാക്കാട്ടാ മോങ്ക്രി. വേറൊരു അമ്പലം കുഞ്ഞിത്, ഇത് വലുത്. ഇവിടെ വേറെ കുഞ്ഞമ്പലമുണ്ട്, വലിയൊരു പോലെ. ടർക്കി വൈൽഡ് ടർക്കി വൈൽഡ് ടർക്കി അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോയി വന്ന് നമ്മളതേ ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഉച്ച സമയത്ത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞ് ഇരുന്നു അവിടെ.